അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പേജ് നമ്പർ 223 വരെയായിരുന്നു. ഇനി നമുക്ക് പേജ് നമ്പർ 224 PPTയുടെ തന്നെ ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് പ്രസൻറ്റേഷൻ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യമേ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും 2 വ്യൂസ് പരിചയപ്പെട്ടായിരുന്നു അല്ലേ? നോർമൽ വ്യൂവും അതുപോലെ തന്നെ സ്ലൈഡ് സോർട്ടർ വ്യൂവും നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ കൂടുതൽ വ്യൂസിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അതായത് ഒന്നുമില്ല, പ്രസൻറ്റേഷൻ ഡിഫറെൻറ്റ് ഫോംസിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും വ്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ആ വ്യൂസ് ഇൻ പ്രസൻറ്റേഷൻ എന്നാണ് ക്ലിയർ ആയിട്ട് പരിചയപ്പെടാം. യുവർ സ്ലൈഡ്സ് റിമെയിൻ ദ സെയിം യെറ്റ് എക്സ്പ്ലോറിംഗ് ദ സെയിം സ്ലൈഡ് യൂസിങ് ഡിഫറെൻറ്റ് വ്യൂ മേക്സ് സെൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ടാസ്ക് യു വാണ്ട് ടു ഡു. For example, it's easy to reorder and work with multiple slides in slide sorter view and make changes to individual size in normal view. അപ്പോൾ ഈ ഡിഫറെൻറ്റ് വ്യൂസ് പ്രസൻറ്റേഷനകത്ത് ഡിഫറെൻറ്റ് വ്യൂസ് നമ്മൾ എന്നതിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻഡിവിജ്വൽ സ്ലൈഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോർമൽ വ്യൂവിൻ്റെ ആവശ്യമുള്ളൂ. അതായത് ഇപ്പം ഈ ഓപ്പൺ ആയി വന്നേക്കുന്ന ഒരു നോർമൽ വ്യൂ ആണ്. പക്ഷേ നമ്മൾ എത്ര സ്ലൈഡ് ഒരു പ്രസൻറ്റേഷനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അറിയാൻ നമുക്ക് എളുപ്പം സ്ലൈഡ് സോർട്ടർ വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ സ്ലൈഡ് സോർട്ടർ വ്യൂവിനകത്ത് നമ്മൾ ഈ പ്രസൻറ്റേഷനകത്ത് എത്ര സ്ലൈഡ് യൂസ് ചെയ്യുന്നുണ്ടോ അതെല്ലാം ക്രമമായിട്ട് ഇങ്ങനെ അടുക്കി താഴെ വെച്ചേക്കുന്നത് നമുക്ക് കാണാം. PowerPoint 2013 provide you will 10 different views. അപ്പോൾ നമ്മൾ 8 of these views can be accessed from the view tab of ribbon as shown in figure. Then click any of the buttons in the presentation views and master group. അപ്പം നമ്മുടെ ഈ 8 ഡിഫറെൻറ്റ് വ്യൂസ് നമുക്ക് PowerPoint 2013 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ 2007 എന്ന് പറയുന്നത് അത്രയും വ്യൂസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു 6 വ്യൂസും കണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പം ഞാനിപ്പം നിങ്ങളെ പഠിപ്പിക്കുന്നത് 2013 എൻ്റെ പുതിയ ന്യൂ വേർഷൻ ഇല്ല, 2007 വെച്ചിട്ടാണ്. അതുപോലെ തന്നെ 2 അഡീഷണൽ വ്യൂസും കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? PowerPoint 2013 വ്യൂസ് ആക്സസബിൾ ഫ്രം വ്യൂ ടാബ് ഓഫ് റിബൺ. അപ്പം നമ്മൾ ഈ സ്ലൈഡിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് കാണുന്നതിന് വേണ്ടി നമ്മൾ വ്യൂ ടാബാണ് യൂസ് ചെയ്യുന്നത്. വ്യൂ ടാബ് എന്ന് പറയുന്നത് എന്താ, മുകളിൽ കിടപ്പുണ്ടല്ലേ? അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻറ്റ് വ്യൂ ടാബിനകത്ത് കാണുന്ന ഈ റിബണിനകത്ത് കാണുന്നത് എത്ര വ്യൂസ് ആണ്. നോർമൽ വ്യൂ ഉണ്ട്, ഔട്ട്ലൈന് 2007 പ്രൊവൈഡ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ സ്ലൈഡ് സോർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ നോട്ട്സ് പേജ് ഉണ്ട്, റീഡിങ്ങും അതുപോലെ തന്നെ റീഡിംഗ് വ്യൂവും ഔട്ട്ലൈൻ വ്യൂവും 2007 സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്, 2013 സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ റീഡിംഗ് വ്യൂവും ഔട്ട്ലൈൻ വ്യൂവും. നമുക്ക് ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് മാത്രം നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് സ്ലൈഡ് മാസ്റ്റർ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളൊന്ന് നോക്കിയായിരുന്നു. പിന്നെ ഹാൻഡ് ഔട്ട് മാസ്റ്റർ ഉണ്ട്, നോട്ട്സ് മാസ്റ്റർ ഉണ്ട്. ഇങ്ങനെ 8 വ്യൂസ് ആണ് 2013 PPT PowerPoint പ്രസൻറ്റേഷൻ മൈക്രോസോഫ്റ്റ് PowerPoint പ്രൊവൈഡ് ചെയ്യുന്നത്. We also explore 2 other views which are accessible from other tabs of ribbon or elsewhere in the PowerPoint 2013 interface, സ്ലൈഡ് ഷോയും പ്രസൻറ്റർ വ്യൂവും. അതുപോലെ തന്നെ പ്രസൻറ്റർ വ്യൂവും സ്ലൈഡ് സോർട്ട് വ്യൂവും നമുക്ക് ഇത് സ്ലൈഡ് ഷോ വ്യൂ അല്ലേ, അതുപോലെ തന്നെ പ്രസൻറ്റർ വ്യൂ ഒക്കെ നമുക്ക് അല്ലാതെ തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ 2007 നമുക്കിവിടെ സ്ലൈഡ് ഷോ വ്യൂ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. Other than view tab of ribbon, you can also access most of these views clicking 4 small button towards the right of the status bar. അപ്പം നമുക്ക് ഈ വ്യൂ യൂസ് ചെയ്യാതെ തന്നെ, ഈ വിൻഡോ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് വ്യൂസ് കാണാൻ പറ്റും. അത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞായിരുന്നു അല്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പം 2013 4 വ്യൂസ് കാണാൻ പറ്റും.
ഇത് നമ്മുടെ സ്റ്റാറ്റസ് ബാർ അല്ലേ. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഏത് സ്ലൈഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ബാറാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ടൈറ്റിൽ ബാറും ഫോർമുല ടൈറ്റിൽ ബാറും എല്ലാം നമ്മൾ കഴിഞ്ഞ പഠിച്ചായിരുന്നു. അപ്പോൾ ഇനി സ്റ്റാറ്റസ് ബാർ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം 2013 ആട്ടോ ഇവിടെ പറയുന്നത്. These 4 buttons allow quick access to the same views in addition to just clicking these 4 buttons. You can also click them while pressing Shift, Control, Alt keys. This table provides details on the result of key combinations. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ ഓൾട്ട് കീസ് യൂസ് ചെയ്തും നമുക്ക് എന്താ നമ്മുടെ ഈ വ്യൂസ് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. These 4 buttons allow quick access to the same views in addition to just clicking these 4 buttons. You can also click while pressing Shift, Control, Alt keys. The table provides details result in key combinations. അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റിനകത്ത് പറഞ്ഞേക്കുന്നത് ഡിഫറെൻറ്റ് എന്താ ഷോർട്ട് കട്ട് മെത്തേഡുകൾ യൂസ് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ആക്സസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളൊന്ന് വായിച്ചിടുക. ഇനി ഫസ്റ്റ് വേണ്ട നോർമൽ വ്യൂ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പം നോർമൽ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെട്ടതാണ്. നമ്മൾ ഒരു പ്രസൻറ്റേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോഴേ കാണുന്ന വ്യൂ ആണ് നോർമൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നോർമൽ വ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൈഡിൽ നമ്മൾ എത്ര സ്ലൈഡ് ഉണ്ടോ നമ്മുടെ പ്രസൻറ്റേഷനിനകത്ത് എത്ര സ്ലൈഡ് ഉണ്ടോ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിവിജ്വൽ സ്ലൈഡ് ഏതാ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. PowerPoint 2013 continues providing several views that enables you to view and edit your slide. Normal view is the default and most often used view. അപ്പോൾ നോർമൽ വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഡീഫോൾട്ട് ആയിട്ട് തന്നെ നമ്മുടെ ഈ പ്രസൻറ്റേഷനിൽ വരുന്നതാണ്. This views display one slide at a time in the slide area and is used mainly for editing and creating slide and shows PowerPoint typical triplane interface that includes slide pane, slide area and note pane. അപ്പം നമ്മുടെ ഈ നോർമൽ വ്യൂവിനകത്ത് നമ്മുടെ സ്ലൈഡ് ഏരിയ, അതായത് ഇതല്ലേ, ഈ ഏരിയയ്ക്കാണ് നമ്മൾ സ്ലൈഡ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ സ്ലൈഡ് ഏരിയയ്ക്കകത്ത് നമ്മുടെ മെയിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ലൈഡ് കാണും. മറ്റ് സ്ലൈഡുകൾ എന്താ ഈ സൈഡ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ നോർമൽ വ്യൂവിനകത്ത് ഒരു സ്ലൈഡ് പെയിൻ ഉണ്ട്, സ്ലൈഡ് ഏരിയ ഉണ്ട്. ഇതാണ് സ്ലൈഡ് പെയിൻ. സ്ലൈഡ് പെയിൻ എന്ന് പറയുന്ന ഭാഗം ഇതാണ്. അപ്പോൾ നോർമൽ വ്യൂവിനകത്ത് സ്ലൈഡ് പെയിൻ ഉണ്ട്, സ്ലൈഡ് ഏരിയക്കകത്താണ് നമ്മൾ കറസ്പോണ്ടിങ് ഏത് സ്ലൈഡിലാണോ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ഇനി നോട്ട്സ് വ്യൂ ഉണ്ട്. നോട്ട്സ് വ്യൂ എന്ന് പറയുന്നത് എന്താ, ഈ താഴെ കാണുന്ന അല്ലേ, ഈ താഴെ കാണുന്നതിനാണ് നമ്മൾ നോട്ട്സ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോർമൽ വ്യൂ എന്ന് പറയുന്നത് സ്ലൈഡ് പെയിനും സ്ലൈഡ് ഏരിയയും അതുപോലെ തന്നെ നോട്ട് പെയിനും ഉള്ളതാണ്. If you cannot see slide pane in normal view, scroll down, read a tip that will restore the pane. അപ്പോൾ നമ്മുടെ സ്ലൈഡ് പെയിൻ കാണുന്നില്ലെങ്കിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി to navigate the next slide, you can use the vertical scroll bar on the slide area on the next and previous buttons located at the bottom. You can also use page up and page down keys to your keyboard to navigate between slide. അപ്പം വേറൊരു സ്ലൈഡിലേക്ക് നമുക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ സ്ലൈഡ് പെയിനിൽ നിന്ന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലൈഡുകൾ എടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ തന്നെ ആരോ ബട്ടൺസ് യൂസ് ചെയ്ത് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് ഡയറക്റ്റ് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ആരോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വ്യൂ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഔട്ട്ലൈൻ വ്യൂ. അപ്പം ഞാൻ പറഞ്ഞു ഈ ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത് 2007 ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, 2013 മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. The outline view displays all the text contained within the title and text placeholders of your slides and is one of the 10 views in PowerPoint 2013. First, open a presentation which has at least a few slides populated with the text. Then access view tab of ribbon, click on the outline view button, show
ഇൻ ഫിഗർ. അപ്പം നമ്മൾ ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത് വ്യൂ ടാബിനകത്ത് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ 2007 ആയതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. This open outline pane on the left side of PowerPoint 2013 interface shown in figure below. Note that this places slide pane that shown in normal view. The out pane displays the list of the slide titles, text placeholders in outline format. You can drag the outline pane to occupy large part of on-screen area. അപ്പോൾ നമ്മുടെ ഈ ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡറും എല്ലാം കാണിക്കുന്നതാണ് ഈ ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമലായിട്ട് കൊടുത്തിട്ടുള്ള സ്ലൈഡുകളുടെയൊക്കെ ഒരു ഔട്ട്ലൈൻ ആണ് നമുക്ക് ഔട്ട്ലൈൻ വ്യൂവിനകത്ത് കാണാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് 2007 ആയതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് വ്യൂ ടാബിനകത്തൊന്നും എടുക്കാൻ പറ്റുകയില്ല. അപ്പം ജസ്റ്റ് ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. സ്ലൈഡ് ഔട്ട്ലൈൻ വ്യൂ എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പം നമ്മുടെ ഔട്ട്ലൈൻ വ്യൂവിനകത്ത് സ്ലൈഡ് പെയിനിനകത്ത് കാണുന്നത് എന്താ, സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത് എന്താ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അല്ലേ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് എന്ന് പറയുന്നത് സ്ലൈഡ് ടൈറ്റിൽസും ടെക്സ്റ്റ് പ്ലേസ് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ഒരു ടെക്സ്റ്റ് ഔട്ട്ലൈൻ ഫോർമാറ്റാണ് കാണുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സ്ലൈഡ് പെയിൻ ഇപ്പം നമ്മൾ കണ്ടായിരുന്നു അല്ലേ. നമ്മുടെ സ്ലൈഡ് ഏരിയക്കകത്ത് നമ്മുടെ കറസ്പോണ്ടിങ് സ്ലൈഡുമാണ് കാണാൻ പറ്റുന്നത്. അപ്പം മറ്റേതിനകത്ത് ഫസ്റ്റ് സ്ലൈഡ് 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പം 1-നകത്ത് എന്താണ് കൊടുത്തേക്കുന്നത്, 2-നകത്ത് എന്നാണ് കൊടുത്തേക്കുന്നത്, 3-നകത്ത് എന്നാണ് കൊടുത്തേക്കുന്നത് എന്ന് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഔട്ട്ലൈനിനകത്ത് നമ്മൾ സ്ലൈഡിനകത്ത് കൊടുത്തേക്കുന്ന ഔട്ട്ലൈനുകളെ മാത്രമാണ് എക്സ്പ്ലോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഫസ്റ്റ് 1 കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, സാമ്പിൾ 1 പ്രസൻറ്റേഷൻ. അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ സ്ലൈഡിൻ്റെ ഒരു കണ്ടന്റ് തന്നെ ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഷേപ്സ് ഇൻ പവർ പോയിന്റ്. അപ്പോൾ ഷേപ്സ് ഇൻ പവർ പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ലൈഡാണ്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ്, എന്ത് ടെക്സ്റ്റാണ് നമ്മൾ സ്ലൈഡിനകത്ത് കൊടുത്തേക്കുന്നതെന്ന് മാത്രമാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 3-ക്കകത്ത് മൂന്നാമത്തെ സ്ലൈഡിനകത്ത് ടെക്സ്റ്റ് ഇൻ പവർ പോയിന്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അതിൻ്റെ കണ്ടന്റുകൾ മാത്രമാണ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് അതായത് ഔട്ട്ലൈൻ, അതായത് നമ്മൾ ആ ഒരു സ്ലൈഡിനകത്ത് കൊടുത്തേക്കുന്ന കണ്ടന്റുകൾ മുഴുവനും നമുക്ക് ഈ ഔട്ട്ലൈൻ വ്യൂവിനകത്ത് കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ സ്ലൈഡ് വൈസ് ആയിട്ടല്ല കാണുന്നത്. അതിനകത്ത് കൊടുത്തേക്കുന്ന ടെക്സ്റ്റ്, സ്ലൈഡ് ടൈറ്റിൽസും ടെക്സ്റ്റും മാത്രമാണ് നമുക്ക് ഈ ഔട്ട്ലൈൻ വ്യൂവിനകത്ത് കാണാൻ പറ്റുന്നത്. ഇനി മൂന്നാമത്തേതാണ് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്ന മൂന്നാമത്തെ വ്യൂ. അപ്പൊ സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടും കേട്ടോ. വ്യൂ ടാബിൽ നിന്നാണ് നമ്മൾ സ്ലൈഡ് സോർട്ടർ വ്യൂ എടുക്കുന്നത്. Most of the time you are working on a single slide in your PowerPoint presentation, but there are times when you want to copy, duplicate, reorder, or even delete a bunch of slides. It is the scenarios like this that you will encounter PowerPoint 2018 slide sorter view. Within slide sorter view, you will see thumbnail sized representation of all slide in your presentation as shown in figure 1. The best use of this view is when you have selected multiple slides, you can quickly reorder, delete, duplicate your slides. In addition, this view also clearly display hidden slides. To access slide sorter view, you can choose either this option. Click slide sorter button in the status bar. Access view tab of the ribbon. Click the slide sorter button. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം ഇതിനകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവിടെ ഉണ്ടല്ലേ സ്ലൈഡ് സോർട്ടർ വ്യൂ ഉണ്ടല്ലേ. ഒന്നെങ്കിൽ നമുക്ക് സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത് വ്യൂ ടാബിന് ഈ സ്റ്റാറ്റസ് ബാറിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വ്യൂ ടാബിനകത്ത് അവൈലബിൾ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പൊ ഈ സ്ലൈഡ് സോർട്ടർ വ്യൂവിനകത്ത് എന്താ നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന സ്ലൈഡുകളെല്ലാം സോർട്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ് ഈ സ്ലൈഡ് സോർട്ടർ വ്യൂ. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 സ്ലൈഡ് ഉണ്ടല്ലേ. അപ്പൊ എനിക്കിത് ഡിലീറ്റ് ചെയ്ത് കളയണം. എനിക്ക് ഈ സ്ലൈഡിന്റെ ആവശ്യമില്ല. എനിക്ക് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. കാരണം നമ്മൾ ഒരു 5-6 സ്ലൈഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ കാണും അല്ലേ, ആ സ്ലൈഡിന്റെ ആവശ്യം വേണോ വേണ്ടയോ എന്ന്. അപ്പം ഇത് സോർട്ടായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്യാനൊക്കെ ഇനി നെക്സ്റ്റ് വ്യൂ ആണ് നോട്ട്സ് പേജ് എന്ന് പറയുന്ന അടുത്ത വ്യൂ. PowerPoint 2013 pre-planned interface has 3 regions: the slide pane, slide area, and a note pane. The note pane is placed right below the slide pane shown in highlighted figure. The note pane provides space to add speaker notes. Can be also helpful in the presenter. While presenting, you can write any sort of information about presentation or individual slides. അപ്പോൾ ഈ നോട്ട് പെയിനകത്ത് എന്താ, നോട്ട് പെയിനകത്ത് എന്താ അഡീഷണൽ ആയിട്ടുള്ള നോട്ട് എഴുതാനുള്ള സെക്ഷനും കൂടെ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ കറസ്പോണ്ടിങ് സ്ലൈഡ് കൂടാതെ തന്നെ ഇവിടെ എന്താ നോട്ട് എഴുതുന്നതിന് വേണ്ടിയുള്ള സ്ലൈഡുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ വ്യൂ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ഒരു നോട്ട് പേജ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതിനകത്ത് 2 ഏരിയ ആണ് മെയിൻലി കാണപ്പെടുന്നത്. ഒന്ന് നോട്ട് പെയിനും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്ലൈഡ് ഏരിയയുമാണ് കാണുന്നത്. അതായത് നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ സ്ലൈഡിനെയും അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സിനെയും കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ നോട്ട് പേജ് എന്ന് പറയുന്ന ഈ വ്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ടു ആഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള നോട്ട്സ് ഒക്കെ എഴുതി കൊടുക്കാം. അതായത് ഈ സ്ലൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അല്ലേ. ഇപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് ഈ സ്ലൈഡ് പ്രസൻറ്റ് ചെയ്യുമ്പം അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ ഇവിടെ എഴുതി കൊടുക്കാം. ഈ സ്ലൈഡ് കൂടാതെ ഈ സ്ലൈഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ നോട്ട് പെയിനകത്ത് എഴുതി കൊടുക്കാം. അതിനുവേണ്ടിയാണ് നമ്മൾ നോട്ട് പേജ് എന്ന് പറയുന്ന ആ വ്യൂ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഓരോ സ്ലൈഡിനെയും എടുത്തെടുത്ത് നമുക്ക് നോട്ട് എഴുതി കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി റീഡിംഗ് വ്യൂ ഉണ്ട്. അപ്പോൾ റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ 2007 ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. 2013 മാത്രം നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. റീഡിംഗ് വ്യൂ is similar to slideshow view in some way because in both views in slide shown in full screen mode. However, in the reading view, you can also see PowerPoint title bar and status bar at the top and bottom of the interface respectively, as you can see in figure. Additionally, you can also view Windows taskbar at the bottom of the screen. അപ്പം നമ്മൾ റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ പ്രസൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റേഷനകത്ത് എങ്ങനെയാണോ കാണിക്കുന്നത് അതുപോലുള്ളൊരു വ്യൂ ആണ് റീഡിംഗ് വ്യൂ എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് എന്താ ടൈറ്റിൽ ബാറും സ്റ്റാറ്റസ് ബാറും കാണിക്കുന്നുണ്ടെന്ന് മാത്രമേ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ ടൈറ്റിൽ ബാറ് സ്റ്റാറ്റസ് ബാറും കാണിക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ നേരെ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുകയാണെങ്കിലോ ഈ ടൈറ്റിൽ ബാറും കാണത്തില്ല അല്ലേ. അപ്പം നമ്മൾ എന്താ റീഡിംഗ് വ്യൂ ആണെങ്കിൽ അപ്പോൾ റീഡിംഗ് വ്യൂ ഇവിടെ അവൈലബിൾ അല്ല, 2013 സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ റീഡിംഗ് വ്യൂവും സ്ലൈഡ് ഷോ വ്യൂവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതേ ഉള്ളൂ. ഈ സ്ലൈഡ് ഷോ വ്യൂവിനകത്ത് ഇതെന്ന് പറയുന്നത് എന്താ ടൈറ്റിൽ ബാർ, അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് സ്റ്റാറ്റസ് ബാർ. ഇത് രണ്ടും കൂടെ പ്രസന്റ് ആണെന്നുള്ള മാത്രമുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. Reading view helps you to quickly navigating slideshow and also easy access to Windows tasks at the same time to switch other available open programs or windows. Also, reading view is great for presentation designers who want to quickly look at their slide in full screen mode
and also in synchronized with other application running at the same time. അപ്പം ഈ റീഡിംഗ് വ്യൂവിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ബാർ കാണിക്കുന്നുണ്ടല്ലേ. അപ്പൊ സ്റ്റാറ്റസ് ബാർ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ തന്നെ പറ്റും. അതുപോലെ തന്നെ റീഡിംഗ് വ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രസന്റേഷൻ ഫുൾ സ്ക്രീനിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഈ റിബൺ ഒന്നും കാണുകയല്ല. ഈ സ്റ്റാറ്റസ്, ഈ ടൈറ്റിൽ ബാറും പിന്നെ എന്താ ഈ സ്ലൈഡും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ബാറുവേ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വ്യൂ ആണ്. റീഡിംഗ് മോഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് റീഡബിൾ ആണ്. ഇനി നെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്നത് സ്ലൈഡ് മാസ്റ്റർ വ്യൂ ആണ്. Slide master view is very important view in PowerPoint 2013. If you make changes or edit within view, this modification with the influence all slide with your presentation. For example, if you want to make your company logo appear in all slides, you will have to add a logo within Slide Master. Or if you want to font size of your slide titles, the title larger or smaller, then those edits can be need to made in Slide Master. അപ്പോൾ സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ടായിരുന്നല്ലേ. നമുക്ക് സ്വന്തമായിട്ട് ഒരു സ്ലൈഡ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ലോഗോ യൂസ് ചെയ്ത് ഒരു സ്ലൈഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ എല്ലാത്തിൻ്റെ അല്ലേ ഒരു മോഡല് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ലൈഡിൻ്റെ മോഡൽ യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് സ്ലൈഡുകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് സ്ലൈഡ് മാസ്റ്ററിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇന്നലെ നമ്മൾ സ്ലൈഡ് മാസ്റ്റർ വെച്ചിട്ട് സ്ലൈഡൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലേ. നമ്മുടെ തന്നെ സ്ലൈഡ് ഉണ്ടാക്കിയായിരുന്നു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാൻഡ് ഔട്ട് മാസ്റ്റർ ആണ്. ഹാൻഡ് ഔട്ട്സ് ആർ ഡോക്യുമെന്റ്സ് യു ക്യാൻ പ്രിന്റ് ഫ്രം within PowerPoint that can be slide representation from your representation. You can opt to include as many 9 slides on each handout page. Of course, with the 9 slide on a page, your slide look more like thumbnails. You can also choose to print just like one side of every handout page. Then your handout pages will look like individual slides printed on a page. അപ്പം ഈ ഹാൻഡ് ഔട്ട് മാസ്റ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 സ്ലൈഡ് വേണമെങ്കിൽ നമുക്ക് ഒറ്റ പേജിനകത്ത് പ്രിന്റ് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഹാൻഡ് ഔട്ട് മാസ്റ്ററിന്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ നമുക്ക് എന്താ ഓരോ സ്ലൈഡ് വെച്ച് പ്രിന്റ് ചെയ്ത് വെക്കണം അല്ലേ. നമ്മളിപ്പം നമ്മുടെ PPT പ്രിന്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഓരോ സ്ലൈഡേ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ഹാൻഡ് ഔട്ട് മാസ്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 സ്ലൈഡ് ഉണ്ടെങ്കിലും ഒറ്റ പേജിനകത്ത് പ്രിന്റ് ഔട്ട് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. Most handouts are created to be printed, and the look and feel of these printed handouts is determined by the handout master. To access and make edits to handout master, you need to get to the handout master view in PowerPoint 2013. Changes you make in this view influence the look and layout printed handout. You can change, edit background, header and footer of printed handouts. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഹാൻഡ് ഔട്ട് മാസ്റ്ററിനകത്ത് കളറും തീംസ് ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിനകത്തുണ്ട്. നമുക്ക് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ആക്സസ് ദി വ്യൂ ടാബ് ഓൺ ദ റിബൺ ആൻഡ് ക്ലിക്ക് ദ ഹാൻഡ് ഔട്ട് മാസ്റ്റർ. അപ്പോൾ എങ്ങനെയാണ് ഹാൻഡ് ഔട്ട് മാസ്റ്റർ എടുക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വ്യൂ ടാബിനകത്ത് ഹാൻഡ് ഔട്ട് മാസ്റ്റർ അവൈലബിൾ ആണ്. ഇനി അടുത്ത ഒരു പേജ് വ്യൂവും കൂടെയുണ്ട്, നോട്ട്സ് മാസ്റ്റർ. യു ക്യാൻ ആക്സസ് നോട്ട് മാസ്റ്റർ വ്യൂ ബൈ സെലക്ടിങ് വ്യൂ ടാബ് ഓഫ് റിബൺ ദെൻ ക്ലിക്കിംഗ് നോട്ട് മാസ്റ്റർ ബട്ടൺ. ഇപ്പൊ നോട്ട് മാസ്റ്റർ ബട്ടൺ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ നോട്ട്സ് എന്ന് പറഞ്ഞല്ലേ, നോട്ട് വ്യൂ കണ്ടായിരുന്നല്ലേ. നോട്ട് പേജ് കണ്ടായിരുന്നല്ലേ. അപ്പൊ നോട്ട് പേജിന്റെ തന്നെ മാസ്റ്റർ ആണ് നോട്ട് മാസ്റ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നോട്ട് പേജിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മാസ്റ്റർ പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ നോട്ട് മാസ്റ്റർ എന്ന് പറയുന്ന വ്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇപ്പം 8 വ്യൂസിനെ കുറിച്ചാണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ.
ഫസ്റ്റ് നോർമൽ വ്യൂ എന്ന് പറയുമ്പം നമ്മുടെ നോർമൽ ഡീഫോൾട്ട് ആയിട്ടുള്ള വ്യൂ ആണ്, നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേ കിട്ടുന്നതാണ്. ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ടെക്സ്റ്റും അതുപോലെ തന്നെ ടെക്സ്റ്റ് സ്ലൈഡ് ടൈറ്റിൽസും കാണിക്കുന്നതിനുള്ള വ്യൂ ആണ് ഔട്ട്ലൈൻ വ്യൂ എന്ന് പറയുന്നത്. ഇനി സ്ലൈഡ് സോർട്ട് എന്ന് പറയുന്നതോ, നമ്മൾ എത്രയൊക്കെ സ്ലൈഡ് ഈ പ്രസന്റേഷനിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒരു അസെൻഡിങ് ഓർഡറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതാണ് സ്ലൈഡ് സോർട്ടർ. നോട്ട് പേജ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ സ്ലൈഡും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ട്സും കാണിക്കുന്നതിന് വേണ്ടിയാണ് നോട്ട് പേജ്. റീഡിംഗ് വ്യൂ എന്ന് പറയുന്നതോ പ്രസന്റേഷൻ്റെ തന്നെ ഒരു മോഡലാണ്. അതായത് നമ്മുടെ ഓരോ സ്ലൈഡും ഒരു ഫുൾ സ്ക്രീനിൽ കാണാൻ നമുക്ക് റീഡിംഗ് വ്യൂവിലൂടെ സാധിക്കും. ഇനി സ്ലൈഡ് മാസ്റ്റർ ഉണ്ട്. സ്ലൈഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് മാസ്റ്റർ സ്ലൈഡ് ഉണ്ടാക്കാനുള്ള ഒരു വ്യൂ ആണ് സ്ലൈഡ് മാസ്റ്റർ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഹാൻഡ് ഔട്ട് മാസ്റ്റർ ഉണ്ട്. നമുക്ക് ഒരു പേജിൽ തന്നെ 9 സ്ലൈഡുകളൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹാൻഡ് ഔട്ട് മാസ്റ്റർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നോട്ട് മാസ്റ്റർ. എന്തിൻ്റെ ആയിരുന്നു, നോട്ട് പേജിന്റെ തന്നെ മാസ്റ്ററിനെയാണ് നമ്മൾ നോട്ട് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് കളർ സ്കീംസ് ആണ് പഠിക്കാൻ പോകുന്നത്. യു ക്യാൻ കസ്റ്റമൈസ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇൻഡിവിജ്വൽ സ്ലൈഡ് ബൈ ചേഞ്ചിങ് ദ കളർ, ആഡിങ് ഷെയ്ഡിങ്, ടെക്സ്റ്റ് ഓർ പാറ്റേൺസ്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഓരോ സ്ലൈഡിനും നമുക്ക് കളറൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സെലക്ട് സ്ലൈഡ് യു വാണ്ട് ടു കസ്റ്റമൈസ്. അപ്പോൾ ഏത് സ്ലൈഡാണോ നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ ഡിസൈൻ ടാബിനകത്തെ ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിനകത്തെ, അപ്പം ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാ, ഇതല്ലേ. ഈ ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽസ് സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നു. ഇതിനകത്തുനിന്ന് നമ്മൾ ഫിൽ എന്ന് പറയുന്ന ഫിൽ സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. യു ക്യാൻ ചൂസ് ഫ്രം സോളിഡ് ഫിൽ, ഗ്രേഡിയന്റ് ഓഫ് പിക്ചർ ഓർ ടെക്സ്ചർ, പ്ലേ അറൌണ്ട് ദ സെറ്റിംഗ്സ് അണ്ടിൽ യു ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ നമുക്ക് ഗ്രേഡിയന്റ് ഫില്ലോ സോളിഡോ പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ക്ലോസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ലൈഡിന് മാത്രം ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്ലൈ ടു ഓൾ കൊടുത്തു കഴിഞ്ഞാലോ നമ്മൾ ഏതൊക്കെ സ്ലൈഡുകൾ യൂസ് ചെയ്യുന്നോ അവിടെ അതിന് മുഴുവനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. To apply the changes only to the current slide, click closer. To apply the changes to all slide, click apply to all. To undo any changes, click reset button. അപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പം ഗ്രേഡിയൻറ്റ് ഫില്ല് കൊടുത്തു, ഇപ്പോൾ എനിക്കിനി റീസെറ്റ് ചെയ്യണമെങ്കിൽ റീസെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് കൊടുത്താൽ മതി. ഇനി ക്ലോസ് എടുത്തു കഴിഞ്ഞാൽ എന്താ, ഈ സ്ലൈഡിനകത്ത് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം എങ്ങനെയാണ് നമ്മൾ തീംസ് ഡിസൈൻ ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. ഡിസൈൻ തീംസ് ഇസ് എ കൺവീനിയൻറ്റ് വേ ടു പ്രസന്റ് പ്രൊഫഷണൽ ഫ്ലെയർ ടു യുവർ പ്രസന്റേഷൻ. തീംസ് ഇൻക്ലൂഡ് പ്രസന്റ് കളർ പാലറ്റ്സ്, ഫോൺസ്, ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ഫോർമാറ്റിംഗ് ഇഫക്ട്സ്. PowerPoint provides you with the option to customize one of their existing themes to build your own. അപ്പം നമ്മൾ തീംസ് കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള കളറുകളും അതുപോലെ തന്നെ ഫോർമാറ്റിംഗ് ഇഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ സ്ലൈഡ് തയ്യാറാക്കുക എന്നാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് വേണ്ട എങ്ങനെയാണ് ഒരു തീം സെലക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ടു ചൂസ് എ തീം ഫോർ ഓപ്പൺ സ്ലൈഡ്, യൂസ് ദ തീം ഗ്രൂപ്പ് അണ്ടർ ഡിസൈൻ ടാബ്. Use the arrows on the right of theme group to scroll through the themes to see all available themes at one place. When you hold your mouse of any examples, PowerPoint will show the preview of slide. അപ്പം നമ്മൾ എന്താ ഡിസൈൻ ടാബിനകത്തെ തന്നെ തീം ഗ്രൂപ്പ്സിലാണ് നമ്മൾ തീം സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കസ്റ്റമൈസ് ഒരു തീം നമ്മൾ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്താൽ മതി. ഇനി ഒരു തീം കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ടു ചേഞ്ച് ദ കളർ സ്കീം ഓഫ് യുവർ തീം, കളേഴ്സ് choose either built-in palette from the drop-down list or click on the create new theme colors at the bottom of list to design your own palette. നമ്മുടെ ഇതിൻ്റെ കളർ മാറണമെങ്കിൽ എന്താ, നമുക്ക് കളേഴ്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഈ തീമിൻ്റെ കളർ മാറാം. അതുപോലെ തന്നെ
ഫോണ്ട് സെറ്റ് ആണ് നമുക്ക് മാറ്റണമെങ്കിൽ ഇതിനകത്തുനിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള തീം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഫോർമാറ്റിംഗ് ഇഫക്ട്സ് ആണ് മാറ്റുന്നതെങ്കിൽ ഈ ഇഫക്റ്റ് ടാബിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അല്ലേ. To change background for a theme, click on the background style in the group of choose the preset style on, click on format background to customize style. അപ്പോൾ നമ്മുടെ തീമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് മാറ്റേണ്ടതെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈലിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. നമ്മുടേതായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് കസ്റ്റമൈസ് ചെയ്യുന്നതെങ്കിൽ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ മതി. ഇനി കളർ സ്കീംസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ലെറ്റ്സ് സേ യു ആർ റിയലി ലൈക്ക് സ്റ്റൈൽ ഓഫ് തീം ബട്ട് യു വുഡ് ലൈക്ക് ടു എക്സ്പെരിമെന്റ് വിത്ത് ഡിഫറെന്റ് കളർ സ്കീംസ്. ദാറ്റ് നോട്ട് എ പ്രോബ്ലം. You can mix, match color fonts, effects. You create a unique color for your presentation. If it still does not look exactly right, you can customize the theme any way you want. If you don't like the colors of particular theme, it's easy to apply new theme schemes. Every else about the theme will remain unchanged. അപ്പോൾ നമ്മൾ ഒരു തീം അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ തീമിനകത്ത് കൊടുത്തേക്കുന്ന കളർ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് തീംസ് ഡിസൈൻ ചെയ്യാം. അപ്പം നമ്മൾ ഡിസൈൻ ടാബിനകത്ത് തന്നെ വേരിയൻസ് ഗ്രൂപ്പ് നമ്മുടെ 2013 എന്താ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് തന്നെ മാറ്റണമെങ്കിൽ തീംസ് ഇതുപോലെ തന്നെ ഇവിടെ തീംസ് നല്ല കിടക്കുന്നത് 2013 തീംസ് പോലെ തന്നെ വേരിയൻസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് തീംസിൻ്റെ വേരിയൻസ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. Select colors, then hover mouse over different theme colors. Live preview, select the desired theme colors. The presentation will update to show new theme colors. Sometimes you might not like every color included in a set of theme colors. It is easy to change some or all of the colors suit your needs. From the design tab, drop down list variants group, select colors, customize colors. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഈ തീംസ് മാറ്റുന്ന പോലെ തന്നെയാണ് വേരിയൻസും മാറ്റുന്നത്. നമ്മൾ വേരിയൻസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ തീം സെലക്ട് ചെയ്ത പോലെ തന്നെ വേരിയൻസ് സെലക്ട് ചെയ്യുന്നു. പിന്നെ കസ്റ്റമൈസ് തീംസ് കൊടുത്താൽ മതി കേട്ടോ. A dialog box will appear in 12 current theme colors. To edit a color, click on drop down color, different color. You need to more colors to find the exact color you want. അപ്പോൾ തീംസ് നമ്മളെന്താ ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ വേരിയൻസിൻ്റെ കളർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ന്യൂ തീം കളേഴ്സ് എടുക്കുന്ന പോലെ തന്നെയാണ് വേരിയൻസിന് കളർ കൊടുക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ കൊടുത്തേക്കുന്ന വേരിയൻസിൻ്റെ കളർ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വേരിയൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ പറയുന്ന സ്റ്റെപ്പ് തന്നെയാണ്. ഇപ്പം കളേഴ്സ് ആണ് നമ്മൾ മാറ്റേണ്ടതെങ്കിൽ ക്രിയേറ്റ് ന്യൂ തീം കളേഴ്സ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള തീം കളർ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ മോർ കളർ എടുത്തു കഴിഞ്ഞ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ
സേവ് ചെയ്ത് ഓക്കെ കൊടുത്ത് സേവ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വേരിയൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ കേസ്, നമ്മൾ തീംസിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് വേരിയൻസ് എന്ന് ഓർത്തിരിക്കുക. നമ്മൾ പുതിയ കളറ് തീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു പേര് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് സേവ് ചെയ്താൽ മതി. ഇപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോഴത്തേനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ തീമിൻ്റെ പേര് വന്നോളും കേട്ടോ. ഇത്രേ ഉള്ളൂ ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്ലൈഡ് ആനിമേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നമ്മൾ ഇപ്പൊ ലാസ്റ്റ് കണ്ടത് ഡിഫറെന്റ് ഡിസൈൻ മെത്തേഡ്സ് ആണ്. അതായത് നമ്മൾ നമ്മുടെ നമ്മുടെ പ്രസന്റേഷന്റെ തീംസ് മാറ്റുന്നു, അതുപോലെ തന്നെ വേരിയൻസ് യൂസ് ചെയ്ത് നമ്മുടെ കളർ സ്കീം മാറ്റുന്നു. ഇതൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പഠിക്കുന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.